എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം കേട്ടോ. നമ്മൾ തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് ഒരു സദ്യ സ്റ്റൈൽ മധുരക്കറിയാണ് കേട്ടോ. കോട്ടയത്തിൻ്റെ സ്വന്തം എന്ന് അവകാശപ്പെടാൻ പറ്റുന്ന മറ്റുള്ള ഇടങ്ങളിലുമുണ്ട്, എന്നാലും ഏറ്റവും കൂടുതലായിട്ടത് കോട്ടയം ഭാഗങ്ങളിലാണ് കണ്ടുവരുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള സദ്യയിൽ ഒഴിച്ചുകൂടാനാവാത്തൊരു വിഭവമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എന്താ പറയുക, ഒരിക്കൽ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് ഉണ്ടാക്കി കഴിക്കണം എന്ന് തോന്നുന്ന അതിഗംഭീരമായിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേ 2 പഴം എടുത്തിട്ടുണ്ട്. നേന്ത്രപ്പഴം നന്നായി പഴുത്തത്. പിന്നെ ഇത് കണ്ടില്ലേ, ഇത്ര പോകുന്നൊരു പീസ് പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വളരെ കുറച്ച് ഒരു 5-6 മുന്തിരി വേണം കേട്ടോ. അപ്പോൾ ഒരു കറുത്ത മുന്തിരി, പഴുത്ത കറുത്ത മുന്തിരി ഒരു 5-6 വേണം. അപ്പോൾ അത് ലാസ്റ്റാണ് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് റെസിപ്പി ഞാൻ കാണിച്ചു തരാം കേട്ടോ. പൈനാപ്പിളൊക്കെ തോലൊക്കെ ചെത്തി നല്ല വൃത്തിയായിട്ട് ഇതുപോലെ ഒന്ന് അരിഞ്ഞു കൊണ്ടുവരിക. പഴം ഈ ഒരു വലുപ്പത്തിനാണ് നമ്മൾ അരിഞ്ഞെടുക്കുന്നത്. പിന്നെ മുന്തിരി നമ്മളിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല, നമ്മൾക്ക് ലാസ്റ്റാണ് മുന്തിരിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ. പിന്നെ ഈ പൈനാപ്പിൾ നമ്മൾ മിക്സീൻ്റെ ചെറിയ ജാറുണ്ടല്ലോ, ആ ജാറിലേക്ക് ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം കേട്ടോ. അത് വളരെ ടേസ്റ്റിയാണ്. നമുക്ക് സദ്യേൻ്റെ കൂടെ സദ്യ കഴിക്കുമ്പോൾ അതിൽ ഈ ഒരു മധുരക്കറി നൽകുന്ന നമുക്കൊരു ഒരു പ്രത്യേക നമുക്ക് പറയാനേ പറ്റില്ല. ഞാൻ സദ്യ സ്റ്റൈല് സദ്യയുടെ കൂടെ കഴിക്കുമ്പോഴും പക്ഷേ ആ ഒരു രുചി നമുക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അത് വളരെ പ്രയാസമാണ്. പക്ഷേ ഈ ഒരു റെസിപ്പി ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ വളരെ കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു ടേസ്റ്റ് തന്നെ ഇതിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ചെയ്ത് നോക്കണം. ഈ ഒരു ഓണസദ്യയിൽ ഇതൊരു വിഭവമായിട്ട് നിങ്ങൾ തയ്യാറാക്കണം കേട്ടോ. അപ്പോൾ ഇതേ നമ്മളെ ഒരു കുക്കറിലേക്ക് ഒരു മിക്സിയിലേക്ക് നമ്മുടെ പൈനാപ്പിളൊന്ന് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ ഇതിലേക്ക് 2 അച്ച് വെല്ലം വേണം നമുക്ക്. 2 അച്ച് വെല്ലം നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് അതൊന്ന് നമ്മൾ ഉരുക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് വളരെ കുറച്ച് കാഷ്യൂ നട്ടും, പിന്നെ അത് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. തീ കുറഞ്ഞ തീയിൽ തന്നെ വെച്ച് കൊടുക്കുക. ഒന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് അതൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. അത് അത്യാവശ്യം ഒന്ന് മൂത്ത് വരുമ്പോൾ കോരി എടുക്കണ്ട, അതിലേക്ക് തന്നെ നമ്മൾ മുന്തിരിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. മുന്തിരിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് അത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് റോസ്റ്റായി ആ മുന്തിരിയൊക്കെ നന്നായിട്ടൊന്ന് ഇങ്ങനെ വീർത്ത് വരുന്നത് വരെ, നന്നായിട്ട് റെഡി ആവുന്നത് വരെ ഒന്ന് കുറഞ്ഞ തീയിലിട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കുക, കരിഞ്ഞു പോകരുത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ആദ്യം ചെയ്ത് വെക്കുവാണ് കേട്ടോ. അപ്പോൾ ഇത് വളരെ കുറച്ചാണെങ്കിലും മതി, 2-3 മതി കേട്ടോ. എന്നിട്ട് ആ ഒരു എണ്ണയിലേക്ക് തന്നെ ഇപ്പോൾ ഇത് വറുത്തിട്ടുള്ള ആ ഒരു നെയ്യിലേക്ക് തന്നെ 1 ടീസ്പൂൺ നെയ്യ് മതി കേട്ടോ. അപ്പോൾ അതിലേക്ക് ആദ്യം കാഷ്യൂ നട്ട്, അത് കഴിഞ്ഞിട്ട് മുന്തിരി, അത് രണ്ടും വറുത്ത് കോരിയതിന് ശേഷം അതേ നെയ്യിലേക്ക് നമ്മൾ ഒരു പിടി തേങ്ങയും കൂടി അതിലിട്ടൊന്ന് റോസ്റ്റ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ അത് ഒരുപാട് നമ്മൾ കരയ്ക്കുമ്പോൾ നല്ല ഡാർക്ക് ബ്രൗൺ കളറിൽ അങ്ങനെ ആയി വരണ്ട, ലൈറ്റ് ബ്രൗൺ കളറ് ആയി വരുമ്പോൾ തന്നെ അത് ഓഫാക്കി മാറ്റി വെക്കാം കേട്ടോ. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ നേന്ത്രപ്പഴം ഉണ്ടല്ലോ, ആ പഴം ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ട് നേന്ത്രപ്പഴം ഒഴിച്ചു. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഒരു 1/2 ഗ്ലാസ്സിൽ കൂടുതൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. 3/4 ഗ്ലാസ് വേണ്ട, 1/2 ഗ്ലാസ് വെള്ളം മതി. കാരണം ഇപ്പോൾ പൈനാപ്പിൾ ഇത് കണ്ടില്ല, ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തു. അപ്പോൾ അതിൽ അത്യാവശ്യം വെള്ളം ഉള്ളതുകൊണ്ട് കൂടുതൽ വെള്ളം ആവണ്ട കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് 1/2 ഗ്ലാസ് ഒഴിച്ചത്. 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു പഴത്തിലേക്ക്. പിന്നെ പൈനാപ്പിൾ മിക്സിയിൽ വെച്ചൊന്ന് ക്രഷ് ചെയ്തതും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ഇനി വേറെ വെള്ളമൊന്നും വേണ്ട. ഈ പൈനാപ്പിളും കൂടി ഒന്ന് വെന്ത് വരുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നും കൂടി വെള്ളം വരും. പിന്നെ ഇതിലേക്ക് നമ്മൾ ഒരു 1/4 ടീസ്പൂണിൽ കുറവ് അളവ് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പൊടികളായിട്ട് ചേർത്ത് കൊടുക്കുന്നത് എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ, ഒരു 3/4 ടീസ്പൂൺ. അപ്പോൾ 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും 3/4 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടി ഒന്ന് ചേർത്തിട്ട് നന്നായിട്ട് സ്പൂൺ ഉപയോഗിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ചട്ടിയിൽ ഇതുപോലെ ഒന്ന്. എന്നാൽ പൈനാപ്പിൾ നമ്മൾ ജ്യൂസ് അടിക്കുന്ന പോലെ അങ്ങ് അരഞ്ഞ് പോകരുത്, ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുക്കുക. അതിൻ്റെ പീസസ് അതിൽ വേണം. ഈ ഒരു കറി കഴിക്കുമ്പോൾ നമുക്ക് ഒരു സദ്യ പൂർണ്ണമായ ഒരു ഫീലാണ് കേട്ടോ. നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അതിൻ്റെ സ്വാദും അതുപോലെ തന്നെ അതിൻ്റെ മണമൊക്കെ അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും നിങ്ങൾ ഇപ്രാവശ്യത്തെ ഓണത്തിന് തയ്യാറാക്കി നോക്കണം. വളരെ പെട്ടെന്ന് തയ്യാറാക്കാം. ഈ ഒരു അതിന് മാത്രം കുറേ സമയമൊന്നും വേണ്ട കേട്ടോ, പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നേരം അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് അത്യാവശ്യം ഒന്ന് നമ്മുടെ പൈനാപ്പിളും പഴമൊക്കെ ഒന്ന് ചേർന്ന് വന്നിട്ടുണ്ട്. പിന്നെയും പഴത്തിൻ്റെ കഷ്ണങ്ങളാണ് കിടക്കുന്നത്. അപ്പോൾ ആ കഷ്ണങ്ങൾ നമുക്ക് ഒന്ന് സ്പൂൺ ഉപയോഗിച്ചിട്ടൊന്ന് നന്നായിട്ട് ഉടച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഉടച്ചിട്ട് ഇതിലുള്ള വെള്ളം പൂർണ്ണമായിട്ടൊന്ന് വറ്റി നല്ല നല്ല ഡ്രൈ ആയിട്ട് വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ. നന്നായിട്ട് ഡ്രൈ ആയി വരുന്ന സമയത്ത് നമ്മൾ ഒരു 1.5 പീസ് അളവിൽ ഞാൻ
ബെല്ലം കഴുകി വൃത്തിയാക്കിയിട്ട് നേരത്തെ ഒന്ന് ഉരുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഉരുക്കി അരിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ബെല്ലപ്പാനിയിൽ കിടന്നത് നന്നായിട്ട് ഈ ഒരു പഴവും പൈനാപ്പിളും ഒക്കെ വെള്ളത്തിലൊന്ന് മിക്സായി നന്നായിട്ടൊന്ന് എന്താ പറയുക തിളച്ച് നന്നായിട്ടൊന്ന് വറ്റി വരട്ടെ കേട്ടോ. ചട്ടിയോട് ചേർന്ന് ആ വെള്ളമൊക്കെ ഒന്ന് പോയി നന്നായിട്ടൊന്ന് ഡ്രൈ ആയി വരട്ടെ. അത്രയും നേരം നമ്മൾ ഈ കറി വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഈ പഴത്തിൻ്റെ ചെറിയ പീസ് കടന്നു എന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ല, അങ്ങനെയാണ് നമുക്ക് വേണ്ടത്. അതായത് പൈനാപ്പിളിൻ്റെയും ചെറിയ ചെറിയ പീസുകൾ നിന്നോട്ടെ. എന്നാൽ പഴം കൂടുതലുള്ള പഴത്തിൻ്റെ പീസുകൾ നമ്മൾ സ്പൂൺ ഉപയോഗിച്ചിട്ട് ഒന്ന് തിക്കാവാൻ വേണ്ടി ഒന്ന് ഉടച്ചു കൊടുക്കുകയും കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതുണ്ട് നല്ല മണമാണ് കേട്ടോ. പൈനാപ്പിളും പഴവും അതുപോലെ നമ്മളിതിൽ ചേർത്ത ആ ബെല്ലവും ആ എല്ലാം പിന്നെ എന്താ പറയുക ഒരു പ്രത്യേക തരം മണമാണ്. അപ്പോൾ നല്ല ഒരു പൂർണ്ണമായൊരു സദ്യേൻ്റെ ഫീല് നമുക്ക് ഈ ഒരു കറി ഉണ്ടാക്കുമ്പോൾ കിട്ടും കേട്ടോ. അത് നിങ്ങൾ ചെയ്ത് നോക്കണേ, അപ്പോൾ മനസ്സിലാവും. കാരണം നല്ല മണമാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ചുക്ക് ഉണ്ടെങ്കിൽ ചുക്കൊന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ ചുക്കില്ലായിരുന്നു, അതുകൊണ്ടാണ്. പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങയുണ്ടല്ലോ, അതും കൂടി നന്നായിട്ടൊന്ന് ഇത് വെള്ളം അത്യാവശ്യം ഒന്ന് വറ്റി ഒന്ന് ഡ്രൈ ആയി വന്നപ്പോൾ നമ്മൾ നെയ്യിൽ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങ അത് കണ്ടോ, ഈ ഒരു പരുവേ തേങ്ങ ആവാൻ പാടുള്ളൂ, ഒത്തിരി ബ്രൗൺ കളർ ആവരുത് കേട്ടോ. അപ്പോൾ അത് അരയ്ക്കൊന്നും വേണ്ട, നമ്മൾ എന്താ പറയുക ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങ അങ്ങനെ തന്നെ ഡയറക്റ്റ് ചേർക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇതുണ്ട്, അത് ചേർത്തിട്ട് സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ആ തേങ്ങയും കൂടി ചേർന്ന് കഴിഞ്ഞപ്പോൾ എന്താ പറയണ്ടേ, അടിപൊളിയാണ്, അടിപൊളി മണമാണ് കേട്ടോ. നമ്മളൊരു എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല, അടിപൊളിയാണ്. നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ട് തന്നെ മനസ്സിലാക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് കടുക് പൊട്ടിക്കുക. ഉള്ളിയൊന്നും വേണ്ട, കടുക് പൊട്ടിച്ചിട്ടേക്ക് അതിലേക്ക് നമ്മൾ കറിവേപ്പിലയും വറ്റൽമുളകും കൂടി ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് അതും കൂടി കറിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടാകുന്നു ഇതുപോലെയാണ് തൊടുകറിയായിട്ട്, അച്ചാർ നമ്മൾ അതുപോലെയൊക്കെ കഴിക്കുന്ന പോലെ തൊടുകറിയാണ് കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ ആദ്യം വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന കാഷ്യൂനട്ടും കിസ്മിസും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, എന്നിട്ട് ഇതെല്ലാം കൂടി ഇളക്കിയെടുക്കണം കേട്ടോ. ഇപ്പോൾ നമ്മൾ ഈ ഒരു വറവ് ചേർത്ത് കൊടുത്തു, അതും 1 ടീസ്പൂൺ നെയ്യിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഉള്ളി ചേർക്കുന്നില്ല, കടുക് വറ്റൽമുളക് കറിവേപ്പില, പിന്നെ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ടും കിസ്മിസും കൂടി ചേർത്ത് കൊടുത്തു. ഇനി ഇത് നമ്മൾ കഴിക്കാൻ വിളമ്പാൻ നേരം എല്ലാം കൂടി ഒന്ന് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടാണ് നമ്മൾ വിളമ്പുന്നത് കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിഗംഭീരമാണ്. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയുമൊന്നും അല്ല കേട്ടോ, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഈ ഓണത്തിന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഈ ഒരു വീഡിയോൻ്റെ അടിയിൽ തന്നെ വന്നിട്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ, നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടോ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ഇത് കോട്ടയം ഭാഗങ്ങളിലാണ് സദ്യേൻ്റെ കൂടെ ഈ ഒരു കറി കണ്ടിട്ടുള്ളത്. അതിഗംഭീരമാണ്. എന്താ പറയുക, ഈ ഒരു ഓണസദ്യക്ക് എല്ലാവരും തയ്യാറാക്കി നോക്കുക. പിന്നെ ഒരുപാട് ഓണവിഭവങ്ങൾ ഞാൻ പിന്നെ എൻ്റെ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട്, അതിൻ്റെ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാൻ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വീഡിയോസിൻ്റെ അടിയിലൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹം. എല്ലാവർക്കും നല്ലൊരു ദിവസമാവട്ടെ, നല്ലൊരു ഓണനാളുകളാവട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ എല്ലാവരും ഓണമൊക്കെ നല്ല ഗംഭീരമായിട്ട് തന്നെ ആഘോഷിക്കുക, നമുക്കെല്ലാവർക്കും ചേർന്ന് ആഘോഷിക്കുക. അപ്പോൾ ഇനിയും 1-2 ഓണവിഭവങ്ങളായിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹം. താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ.